ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാൻ UDF ഒരു പുതിയ ഒരാളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ 17-ാം തീയതി ആദരണീയനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തുകൊണ്ട് മുസ്ലിം ലീഗിൽ ചേർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനിതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പലതും ഇനി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ആമുഖമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ പൊതുയോഗം പന്തലൂരിലാണ്, ഉബൈദുള്ള സാഹിബിന്റെ സ്വീകരണം പന്തലൂരിലാണ് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 30-38 കൊല്ലക്കാലം ഈ പന്തലൂരിലെ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിസംബോധന ചെയ്യാനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെ വന്ന ഒരാളെന്ന ലക്ഷാണ്ടിരിക്കുന്ന നാടിന് തുല്യമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കുട്ടിക്കാലത്ത് തന്നെ ഞാനിവിടെ വരാറുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ബഹുജന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ പങ്കെടുക്കാറുണ്ട്. ഒരുപക്ഷെ ധാരാളം നല്ല സുഹൃത്തുക്കളുള്ള ഒരു പ്രദേശമാണ് പന്തലൂര്. ചിലരൊക്കെ ഇവിടെ കാണുമെന്ന കാര്യം എനിക്കറിയാം. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നത് ഈ 17-ാം തീയതിയാണ്. 17-ാം തീയതി ഞാൻ മുസ്ലിം ലീഗിൽ ചേരുന്നതിന്റെ തൊട്ടു മുമ്പ് ആദരണീയനായിട്ടുള്ള ശിഹാബ് തങ്ങളെ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിട വാങ്ങുകയാണ്, എനിക്ക് മുസ്ലിം ലീഗിൽ ചേർന്നാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാന്യനായ തങ്ങളെ എന്നെ കുറച്ചറിയാവുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, അതിനൊരു പ്രശ്നമില്ല, നാളെ രാവിലെ ഇവിടെ എത്തിയാൽ മതി, മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് റെഡി ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോ 17-ാം തീയതി രാവിലെ ഞാൻ അവിടെ ചെന്ന് മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തു. സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഈ ഒരു പച്ചത്തുരുത്തിലെത്താൻ 38 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾ പാർട്ടി വിടുമ്പോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വർത്തമാനം മുമ്പത്തെ പാർട്ടിക്കാർ പറയുമല്ലോ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്നപ്പോ എന്റെ പഴയ പാർട്ടി സെക്രട്ടറി, ഇനിയിപ്പോ അങ്ങനെയല്ല പറയാൻ പറ്റൂ, സഖാവ് CK ചന്ദ്രപ്പൻ, അദ്ദേഹം പറഞ്ഞു, മൂപ്പര് വല്ലാത്തൊരു ചതിയാണ് ഞങ്ങളെ ചതിച്ചത് എന്നാ പറഞ്ഞത്. തൊട്ട് തലേ ദിവസം വരെ ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഉച്ചക്ക് അദ്ദേഹം സ്ഥലം വിട്ടു പോകുമ്പോൾ ഞങ്ങളോടൊന്നും ഒരു വാക്ക് പറയാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ടതല്ലോ, യാത്ര പറഞ്ഞു പോരാ, ഞാൻ മുസ്ലിം ലീഗിൽ ചേരാൻ പോകുന്നതല്ലേ. മുസ്ലിം ലീഗിൽ ചേരാൻ പോകുമ്പോ അങ്ങനെ യാത്ര പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ കമ്മിറ്റിയിലും പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കമ്മിറ്റിയിലും ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിന്റെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ 4 സീറ്റിന്റെ വ്യത്യാസമാണ് ഉള്ളതെങ്കിൽ പോലും മലപ്പുറത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും വളരെ വ്യത്യസ്തമാണ് എന്ന് അവിടെ വെച്ച് പറയേണ്ടി വന്നു. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ആരെതിർത്തും മുസ്ലിം ലീഗിനെ പോലെ UDFിനെ പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ മലപ്പുറം ജില്ലയിൽ ഒരു പോറലും ഏൽപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാൻ സാധിക്കണ്ടേ. അപ്പൊ പറഞ്ഞു, അത് ശരിയാണ്. ഈ കേരളത്തിൽ UDFിന് കിട്ടിയ ഭൂരിപക്ഷം LDFും UDFും തമ്മിലുള്ള വ്യത്യാസം അത് ഏതാണ്ട് 1 ലക്ഷം വോട്ടാണെങ്കിൽ 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDFിന്റെ
സ്ഥാനാർത്ഥികളിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും ഈ മലപ്പുറത്ത് വിജയിക്കാൻ സാധിച്ചത്.